Good morning, students. Am I audible to you? ഹലോ, കേൾക്കുന്നുണ്ടോ? വേണമെന്നില്ല സാർ. ഉണ്ട്. സോ 29 കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവര് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയൂ. ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം.
ഓക്കെ. സോ നമ്മൾ ഏത് പോർഷനാ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് പോർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സാറേ ഷാഫ്റ്റ്. ഷാഫ്റ്റ് ആണോ? അതെ സാർ, ലാസ്റ്റ് ഹോൾ ഷാഫ്റ്റ് അല്ലല്ല സോറി, ഗിയർ. സ്പർ ഗിയർ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷാഫ്റ്റ് പഠിപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ സ്പർ ഗിയർ ആണ്. ഓക്കെ ഓക്കെ. സോ ഞാൻ എൻ്റെ PPT ഷെയർ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചൊരു ബ്രീഫ് ഓവർവ്യൂ തന്നിട്ട് നമുക്ക് മറ്റു പോർഷൻസിലേക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത്തിരി മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ. ഈ സ്ക്രീൻ വിസിബിൾ ആണോ? ആണോ? ഈ സ്ക്രീൻ വിസിബിൾ ആണോടെ? യെസ് സർ, വിസിബിൾ. ഓക്കെ ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ പോർഷൻ എന്ന് പറഞ്ഞാൽ സ്പാർ ഗിയേഴ്സ് ആണ്. ഓക്കെ, ദ സിംപിളസ്റ്റ് ഫോം ഓഫ് ഗിയേഴ്സ്, അതിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഈ മോഡ്യൂളിൽ ഫുള്ള് പഠിക്കുന്നത്. അതിൽ ഡ്രൈവർ ഗിയർ, ഡ്രിവൺ ഗിയർ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അതാണ് ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഗിയർ സിസ്റ്റത്തിൽ ഒരു ചെറിയ ഗിയറും ഒരു വലിയ ഗിയറും ഉണ്ടായിരിക്കും. രണ്ടും എന്താണ്, ഒന്നിനെ ചെറുതിനെ നമ്മൾ യൂഷ്വലി പീനിയൻ എന്ന് പറയുന്നു, വലുതിനെ നമ്മൾ ഗിയർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു അറേഞ്ച്മെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ സ്പർ ഗിയർ എന്ന് വിളിക്കാൻ കാരണം അതിന്റെ ടൂത്തിന്റെ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ മതി. ആ ടൂത്തിന്റെ ലെങ്ത് ഡയറക്ഷൻ അല്ലേ, നമ്മളുടെ ഗിയറിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിരിക്കും എന്ന് പറഞ്ഞു. സ്പർ ഗിയർ ടെർമിനോളജീസ് ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ ബീം സ്ട്രെങ്ത്, ഓരോ ബീമിനെ ഓരോ കാൻഡിലിവറുമായിട്ട് അസ്യൂം ചെയ്തിട്ടുള്ള ബീം സ്ട്രെങ്ത് ലെവിസ് ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. പിന്നെ വെലോസിറ്റി ഫാക്ടർ CV എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഹൈ വെലോസിറ്റിയിൽ ടൈപ്പ് ഓഫ് ലോഡിങ്ങിൽ ഇമ്പാക്റ്റും ഫറ്റീഗും വരാൻ സാധ്യതയുണ്ട്. ഓരോ ടൂത്തിലെയും ഗിയർ ടൂത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് ടാൻജൻഷ്യൽ ലോഡ് ആണെങ്കിലും അവിടെ ഒരു ഇമ്പാക്ട് എഫക്റ്റും ഫറ്റീഗ് എഫക്റ്റും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ഡിസൈൻ വൺ മോർ ഫാക്ടർ കോൾഡ് വെലോസിറ്റി ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് CV. എന്നിട്ട് ലെവിസ് ഇക്വേഷനെ വെലോസിറ്റി ഫാക്ടർ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഗിയറിന്റെ ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ അതിന്റെ മോഡ്യൂളാണ്. മോഡ്യൂൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രെങ്ത് ഫാക്ടർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗിയറും ഒരു പീനിയനും ഉണ്ടെങ്കിൽ, രണ്ടും സെയിം മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. വീക്കർ പാർട്ട് എന്ന് പറയുന്ന പീനിയൻ ആയിരിക്കും. കാരണം പീനിയൻ കൂടുതൽ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, എന്നാൽ പീനിയനും ഗിയറും ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് സ്ട്രെങ്ത് ഫാക്ടർ സിഗ്മ D into Y. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നീട് പവർ, എവിടെ പവർ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ സർവീസ് ഫാക്ടർ CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ ടാൻജൻഷ്യൽ ലോഡ് ഈക്വൽ ടു എന്താണ്, പവർ ഇൻ വാട്ട്സ്, കിലോ വാട്ടിലുള്ള പവറിനെ വാട്ട്സിലാക്കണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സർവീസ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ദ വെലോസിറ്റി. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഗിയർ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. ഗിയർ റേഷ്യോ അല്ലെ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ യൂഷ്വലി യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ. നിങ്ങൾക്ക് അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എഴുതുന്നതായിരുന്നു കൺവീനിയന്റ്. ഓക്കെ, അത് എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? ഗിയർ 1ന്റെയും ഗിയർ 2ന്റെയും, അല്ലെങ്കിൽ ഗിയർ 1ന്റെയും ഗിയർ 2ന്റെ വെലോസിറ്റിയുടെ റേഷ്യോ ആകാം. ഗിയർ 1 ഗിയർ 2ന്റെ ഡയമീറ്ററിന്റെ റേഷ്യോ ആകാം. ഗിയർ 1 ഗിയർ 2ന്റെ എന്താണ്, നമ്പർ ഓഫ് ടൂത്തിന്റെ റേഷ്യോ ആകാം. എപ്പോഴും നിങ്ങൾ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവീനിയന്റ്. ഓക്കെ, സോ RPM കൂടുതലുള്ളത് മുകളിൽ എഴുതണം, ഡയമീറ്റർ കൂടുതലുള്ളത് മുകളിൽ എഴുതണം. എന്ത് ഡയമീറ്റർ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? ഔട്ടർ ഡയമീറ്റർ ആണോ, ഇന്നർ ഡയമീറ്റർ ആണോ, പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണോ? ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഗിയറിന്റെ കേസിൽ എപ്പോഴും ഡയമീറ്റർ എടുക്കുന്നത് അതിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ എടുക്കുന്നത്?
ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഇമാജിനറി സിലിണ്ടർ. ഓക്കെ, ഗിയറിന്റെ ഡിസൈനിനെ കൂടുതൽ കോംപ്ലക്സിറ്റിയിൽ നിന്ന് സിംപിളസ്റ്റ് സിലിണ്ടർ ആക്കി മാറ്റുകയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ് എന്ത്, പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ബക്കിംഗ്ഹാം ഇക്വേഷൻ. ബക്കിംഗ്ഹാം ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് ഒരിക്കലും ഒരു ഗിയർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ജിയോമെട്രി ഉള്ള ഒരു ഗിയർ ആയിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ ഒക്കത്തില്ല. അതിന്റെ ടൂത്ത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, ടൂത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ചരിവുണ്ടാവാൻ സാധ്യതയുണ്ട്, അതിന് വളവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗിയർ നമ്മൾ ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ 100% പെർഫെക്റ്റ് മെറ്റീരിയൽ ആവാൻ സാധ്യതയില്ല. അതിൽ ക്രാക്ക് ഉണ്ടാകാം, പൊറോസിറ്റി ഉണ്ടാകാം, മറ്റ് ഇൻക്ലൂഷൻസ് അല്ലെ, എക്സ്റ്റേണൽ ഫോറിൻ ബോഡീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് കൂടി ഗിയർ ഡിസൈനിൽ കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ്? ഇൻ എ ഗിയർ ഫോളോയിങ് ഇറഗുലാരിറ്റീസ് ക്യാൻ ഒക്കർ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ടൂത്ത് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് അല്ലെ, നമ്മൾ സ്ട്രെയിറ്റ് ടൂത്ത് ആണെന്ന് അസ്യൂം ചെയ്യും, പക്ഷെ അത് സ്ട്രെയിറ്റ് ആവാൻ സാധ്യതയില്ല. ഇനി പ്രൊഫൈല്, രണ്ട് തരത്തിലെ ഗിയർ പ്രൊഫൈൽ നമുക്കുണ്ട്, സൈക്ലോയിഡൽ ആൻഡ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ ഉണ്ട്. ഇൻവല്യൂട്ട് പ്രൊഫൈൽസ് നമുക്കുണ്ട്. ഇത് ഏത് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താണ്, ഇറ്റ് വിൽ നോട്ട് ബി പെർഫെക്റ്റ്. ഓക്കെ, ഈ പെർഫെക്റ്റ് പ്രൊഫൈൽ നമുക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? ദ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് യൂണിഫോം അക്രോസ് ദ ഫേസ്. അതായത് ഗിയറിന്റെ ആക്സിസിൽ ചെറിയ ചരിവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഗിയറിന്റെ ടൂത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോഡ് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്കും ഈക്വലി ആയിരിക്കത്തില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. There is no uniformity in the distribution of load. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ടൂത്ത് ഡിഫ്ലക്സ് അണ്ടർ ദ ലോഡ്. ഓക്കെ, മെറ്റീരിയൽ, ഗിയർ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ വളരെ പെർഫെക്റ്റ് മെറ്റീരിയൽ ആയിരിക്കത്തില്ല, അതൊരു ഡക്ടൈൽ മെറ്റീരിയൽ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിന് 210 GPa എന്താണ് യങ്സ് മോഡുലസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, ബട്ട് യൂഷ്വലി അങ്ങനെ ആയിരിക്കത്തില്ല. അതിൽ നിന്നും കുറഞ്ഞ മറ്റേതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കാം. അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് കുറവായിരിക്കാം, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. കാരണം നമുക്ക് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് എപ്പോഴും ഗിയർ മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഐഡിയലി ഗിയറിന് 210 GPa യങ്സ് മോഡുലസ് ഉണ്ട്, അതുപോലെ അതിന്റെ സ്ട്രെങ്ത് ഇത്രമാത്രമുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടോ? നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ, മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന് ലാബിൽ ടെസ്റ്റ് ചെയ്ത് സ്റ്റീലിന്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ടൂത്ത് ക്യാൻ ഡിഫ്ലക്ട് അണ്ടർ ദ ലോഡ്. ഓക്കെ, ഇനി എലമെന്റ്സ് ഓഫ് ദ ഫേസ് ആർ നോട്ട് പെർഫെക്റ്റ്ലി പാരലൽ ടു ദ ആക്സിസ്. എന്ന് വെച്ചാൽ എന്താണ്? ഗിയർ ആക്സിസ്, സ്പർ ഗിയറിന്റെ കേസിൽ അറിയാം, ഗിയർ ടൂത്ത് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തന്നെ, അല്ലെ ഓരോ ടൂത്തിന്റെയും ലെങ്ത് ഡയറക്ഷനിലുള്ള അല്ലെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഓക്കെ, ഗിയറിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലൽ ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഗിയറിന്റെ ആ ആക്സിസ് പാരലൽ ആയില്ലെങ്കിൽ ഗിയറിലുള്ള മറ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാ? ഫേസ്, ഫ്ലാങ്ക്, ഇതിന്റെ ടോപ്പ് റീജിയൻ അല്ലെ, പിന്നീട് അതിന്റെ പ്രൊഫൈൽസ്, ഇതൊന്നും എന്താണ് ഗിയർ ആക്സിസിന് പാരലാവാൻ സാധ്യത ഇല്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസ് വരികയാണെങ്കിൽ there can be irregularities in the working of the gear. These irregularities create a dynamic load. Okay, so നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ടാൻജൻഷ്യൽ ലോഡ് ആയിട്ടുള്ള FT ആണ് ഗിയറിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്ന? ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന. ഓക്കെ, എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇറഗുലാരിറ്റീസ് ഉള്ളത് കൊണ്ട്, മുമ്പ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇറഗുലാരിറ്റീസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാനൊക്കത്തില്ല? We cannot say that the load FT is constant. ഓക്കെ, FT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. FT ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നമുക്ക് പറയാനൊക്കത്തില്ല. The force which creates torque is not constant. It creates a dynamic load. The irregularities create a dynamic load. F dynamic എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ലോഡിങ് എഫക്റ്റിനെയാണ് ഡൈനാമിക് ലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ലോഡ് വിച്ച് റിസൾട്ട്സ് ഇൻ ഷോക്ക് ആൻഡ് ഇമ്പാക്ട്. ഓക്കെ, സോ ഗിയറിന്റെ വർക്കിങ്ങിൽ എപ്പോഴും നമുക്ക് എന്താണ് ഒരു
ഗ്രാജ്വലി അപ്ലൈഡ് ലോഡൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒക്കത്തില്ല. ലോഡ് വളരെ ഡൈനാമിക് ആണ്, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലോഡാണ് ഗിയറിൽ വരുന്നത്. സോ ഈ ഡൈനാമിസിറ്റിയെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ FTയുടെ കൂടെ ഒരു ഫാക്ടർ, FTയുടെ കൂടെ FI എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്, ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്ന മറ്റൊരു ഫാക്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ F ഡൈനാമിക് ഈക്വൽ ടു F ടാൻജൻഷ്യൽ പ്ലസ് F ഇൻസ്റ്റന്റേനിയസ്. ഓക്കെ, F ടാൻജൻഷ്യൽ പ്ലസ് F ഇൻസ്റ്റന്റേനിയസ്. F ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയറിൽ ടോർക്ക്, ഗിയറിന്റെ റൊട്ടേഷന്റെ സമയത്ത് അതിൽ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F ടാൻജൻഷ്യൽ. ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. പക്ഷേ ആ ഫോഴ്സ് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. ഇറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതൊരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നതുകൊണ്ട് അതിന് ഡൈനാമിക് നേച്ചർ ഉണ്ട്. ഇപ്പൊ ഡൈനാമിക് നേച്ചറിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി FTയുടെ കൂടെ F ഇൻക്രിമെന്റൽ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ഫാക്ടർ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. F ഇൻക്രിമെന്റൽ എന്ന് പറയുന്ന ചെറിയൊരു ഫാക്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, FTയുടെ കൂടെ FI ആഡ് ചെയ്യുന്നു. ഈ FI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദർ ഈസ് അനദർ പാർട്ട് ഫോർ കാൽക്കുലേറ്റിംഗ് FI കാൽക്കുലേറ്റ് ചെയ്യാൻ. യു ഹാവ് സി K3V CB പ്ലസ് FT ഡിവൈഡ് ബൈ K3V പ്ലസ് റൂട്ട് ഓഫ് CB ഇൻറ്റു FT. ഓക്കെ, FT എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് വിച്ച് ക്രിയേറ്റ്സ് ടോർക്ക്. K3 is a constant. V is pitch line velocity, B is the phase width. C എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് ഫാക്ടർ. അതായത് മെഷീനിങ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീനിങ് എറേഴ്സ് ഗിയർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മെഷീൻ ചെയ്താണ് നമ്മൾ ഗിയർ മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലാതെ കാസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്ന വളരെ കുറവാണ് അല്ലെ? ഒരു സിലിണ്ടറിക്കൽ റോഡിൽ നിന്ന് നമ്മൾ മെഷീൻ ചെയ്തിട്ടാണ് ഗിയർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ മെഷീനിങ് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ മെഷറിങ് എറേഴ്സിനെ അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ് ഡൈനാമിക് ഫാക്ടർ അല്ലെങ്കിൽ C എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഇൻസ്റ്റന്റേനിയസ് പാർട്ടിൽ C വന്നിട്ടുണ്ട്. F ഇൻസ്റ്റന്റേനിയസ് പാർട്ടിൽ നമുക്ക് C കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് FI എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻക്രിമെന്റൽ ലോഡ് ഡ്യൂ ടു ഡൈനാമിക് ആക്ഷൻ. ഓക്കെ, സോ ഡൈനാമിക് ലോഡ് ഫാക്ടർ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡൈനാമിക് ലോഡ് ഫാക്ടർ? FD ബൈ FT. FD എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ്. FT എന്ന് പറഞ്ഞാൽ ദ ടാൻജൻഷ്യൽ ഫോഴ്സ്, ആക്ച്വൽ ടാൻജൻഷ്യൽ ഫോഴ്സ് വിച്ച് ക്രിയേറ്റ് ദ ടോർക്ക്. ഓക്കെ, ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ച്വൽ ടാൻജൻഷ്യൽ ഫോഴ്സ് FT ആണെങ്കിലും റിയലിസ്റ്റിക് കണ്ടീഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഡൈനാമിക് ടൂത്ത് ലോഡ് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ദ ലോഡ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. സോ FD ബൈ FT എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡൈനാമിക് ലോഡ് ഫാക്ടർ. ഈ കാര്യങ്ങളൊക്കെ അല്പം തിയറി പാർട്ടാണ്, നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ ബക്കിംഗ്ഹാം ഇക്വേഷൻ എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ഈ C ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട കാര്യം, ഇതെല്ലാം നമ്മുടെ ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. എന്നാൽ ചില കേസിൽ C ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, C ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദിസ് സെറ്റ് ഓഫ് ഇക്വേഷൻ. C ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ K1 ഇൻറ്റു 1/E1 പ്ലസ് 1/E2. ഓക്കെ, C ഈക്വൽ ടു E divided by K1 into 1/E1 plus 1/E2. So K1 എന്ന് പറഞ്ഞാൽ എന്താണ്? K1 represents different values. 9.3 ഏതാ? 14.5 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ടൂത്ത് ആണെങ്കിൽ നമ്മൾ 19.3 ആണ് എടുക്കുന്നത്. ഓക്കെ, സിമിലർലി യു ക്യാൻ ടേക്ക് 9 ഫോർ 20 ഡിഗ്രി. 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയറിന്റെ പ്രഷർ ആംഗിൾ ആണ് ഈ 20 ഡിഗ്രി 14.5 എന്നൊക്കെ നമ്മൾ പറയുന്നത്, 14.5 ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ ആൾസോ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഡൈനാമിക് ലോഡ് ഫാക്ടർ പ്രൊവൈഡഡ്. ഏതൊക്കെ ഫാക്ടർ ഉണ്ടായിരിക്കണം? E1 ഉണ്ടായിരിക്കണം, E2 ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഡൈനാമിക് ലോഡ് ഫാക്ടർ. ഓക്കെ, ഡൈനാമിക് ലോഡ് ഫാക്ടർ ഇത് കൂടി അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഒരു ഗിയർ സ്റ്റാറ്റിക് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിലെ അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് ആയിട്ടുള്ള സിഗ്മ D മാത്രം മതി നമുക്ക് ഡിസൈൻ ചെയ്യാൻ. അല്ലെ, അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, ബക്കിംഗ്ഹാം ഇക്വേഷൻ അല്ലെ ലെവിസ് ഇക്വേഷന് നമ്മൾ ഉപയോഗിച്ച സിഗ്മ D മാത്രം മതി. സിഗ്മ D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ്. അത് മാത്രം മതി നമുക്ക് എന്താണ് ഒരു ഗിയറിന്റെ
ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നാൽ നമ്മൾ ഇപ്പോഴും പറയുന്ന ബക്കിംഗ്ഹാം ഇക്വേഷൻ പറയുന്നത് എന്താണ്? ഈ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് മാത്രമല്ല, ഒരു ഇൻക്രിമെന്റൽ എഫക്റ്റ് ആയി കൂടി വന്നിട്ട് ഒരു ഡൈനാമിക് ടൂത്ത് ലോഡാണ് ഗിയറിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി തിയറീസ് ഓഫ് ഫെയിലിയർ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയതാണ്, ഗിയറിൽ ഒരു ഡൈനാമിക് ടൂത്ത് ലോഡ് അല്ലെ ഡൈനാമിക് ലോഡിങ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ എഫക്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ്? ഇറ്റ് വിൽ ക്രിയേറ്റ് എ വേരിയബിൾ ലോഡിങ്. ഓക്കെ, വേരിയബിൾ ലോഡിങ് അല്ലെങ്കിൽ ഫറ്റീഗ് ലോഡിങ് അല്ലെങ്കിൽ വേരിയബിൾ ലോഡിങ് വരുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയലിന്റെ സ്ട്രെങ്തിന്റെ ലിമിറ്റ് എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എൻഡുറൻസ് സ്ട്രെങ്ത് അല്ലെ. എവിടാണോ റിപ്പീറ്റഡ് ലോഡിങ് അല്ലെങ്കിൽ ഫറ്റീഗ് ലോഡിങ് വരുന്നത് അല്ലെങ്കിൽ ഡൈനാമിക് ലോഡിങ് വരുന്നത്, അവിടെ എല്ലാം നിങ്ങൾ എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന സിഗ്മ ഇ എൻ എന്ന് പറയുന്ന ഫാക്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. പകരം സ്റ്റാറ്റിക് സ്ട്രെസ് ആണോ അവിടെ കൺസിഡർ ചെയ്യുന്നത്? അല്ല, യു ഹാവ് ടു കൺസിഡർ ദ എൻഡുറൻസ് സ്ട്രെസ് ഇൻ ദീസ് കേസസ്. ഓക്കെ, യു ഹാവ് ടു കൺസിഡർ ദ endurance stress in these cases. Okay. സോ എൻഡുറൻസ് സ്ട്രെങ്ത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? വെൻ യു കൺസിഡർ ദ ഡൈനാമിക് ടൂത്ത് ലോഡ്. ഓക്കെ, സോ ഗിയറിന്റെ ഡൈനാമിക് ടൂത്ത് ലോഡ് ഓക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ എൻഡുറൻസ് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ യൂഷ്വലി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, എൻഡുറൻസ് സ്ട്രെങ്ത് ഓക്കെ ഓർ മാക്സിമം സ്റ്റാറ്റിക് ടൂത്ത് ലോഡ് എഫ് എൻഡുറൻസ് ഓക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ മാക്സിമം ലോഡ് ദ ഗിയേഴ്സ് ക്യാൻ ട്രാൻസ്മിറ്റ് വിത്തൗട്ട് undergoing fatigue failure is called endurance strength. Okay, സോ ഒരു ഗിയറിന് എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോഡും സ്ട്രെങ്തും, ഗിയറിന്റെ കേസിൽ അതിന്റെ ലോഡും സ്ട്രെങ്തും ഇന്റർചേഞ്ചബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഗിയറിന്റെ സ്ട്രെങ്ത് 1000 ന്യൂട്ടൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഗിയറിന്റെ സ്ട്രെങ്ത് 500 മെഗാ പാസ്കൽ എന്ന് പറയാം. രണ്ടും ശരിയാ. 1000 ന്യൂട്ടൺ ആണ് ഗിയറിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം 1000 ന്യൂട്ടൺ വരെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 500 മെഗാ പാസ്കൽ ആണ് ഗിയറിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അതിൽ വരാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് 500 മെഗാ പാസ്കൽ ആണ്. എപ്പോഴാണോ 501 മെഗാ പാസ്കൽ ആവുന്നത് അപ്പോഴാ ഗിയർ ഫെയിൽ ആവുമെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ യു ഹാവ് ടു കൺസിഡർ ദ മാക്സിമം ടൂത്ത് ലോഡ്. ഓക്കെ, സോ ദ ഗിയർ ഒരു ഗിയറിൽ ഡൈനാമിക് നേച്ചർ ഓഫ് ടൂത്ത് ലോഡ് ആണെങ്കിൽ, ഡൈനാമിക് ടൂത്ത് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിലെ ഫെയിലുവർ ടൈപ്പ് എങ്ങനെയായിരിക്കും? ഫറ്റീഗ് ഫെയിലുവർ ആയിരിക്കും. ഫറ്റീഗ് ഫെയിലുവർ ഉണ്ടാവുന്നെങ്കിൽ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്താണ്? അതിന്റെ സ്ട്രെങ്ത് ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് സ്ട്രെങ്ത് ലിമിറ്റ് ആണ് എടുക്കുന്നത്? എൻഡുറൻസ് സ്ട്രെങ്ത് ലിമിറ്റ് അല്ലെ, എൻഡുറൻസ് സ്ട്രെങ്ത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എഫ് ഇ എൻ ഈക്വൽ ടു സിഗ്മ ഇ എൻ ഇൻറ്റു ബി വൈ എം. എഫ് ഇ എൻ ഈക്വൽ ടു സിഗ്മ ഇ എൻ ഇൻറ്റു ബി വൈ എം. എഫ് ഇ എൻ ഈക്വൽ ടു സിഗ്മ ഇ എൻ ഇൻറ്റു ബി വൈ എം. സിഗ്മ ഇ എൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ എൻഡുറൻസ് സ്ട്രെങ്ത്, ബി എന്ന് പറഞ്ഞാൽ ഗിയറിന്റെ വിഡ്ത്ത്, വൈ എന്ന് പറഞ്ഞാൽ ഫോം ഫാക്ടർ, എം ഈസ് ദ module. Okay, so you can calculate the F endurance value by using this equation. Okay, F endurance value. സോ നിങ്ങൾക്ക് ഡൈനാമിക് ടൂത്ത് ലോഡ് അറിയാമെങ്കിൽ അതിന്റെ 1.25 ടൈംസ് ആയിരിക്കും അതിന്റെ എൻഡുറൻസ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈനാമിക് ടൂത്ത് ലോഡ് ആണെങ്കിൽ എന്താണ് അതിന്റെ എഫ് ഇ എൻ എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.35 ടൈംസ് ആയിരിക്കും. എപ്പോഴാ? when there is a pulsating load. When there is a steady load, എഫ് എൻഡുറൻസ് എന്ന് പറയുന്നത് യൂഷ്വലി എഫ് ഡൈനാമിക് ടൂത്ത് ലോഡിന്റെ 1.25 ടൈംസ് ആയിരിക്കും. അപ്പോൾ ഒരു ടൂത്ത് ബ്രേക്ക് ചെയ്ത് പോവാതിരിക്കണമെങ്കിൽ ഓക്കെ അതിന്റെ ഡൈനാമിക് ടൂത്ത് ലോഡിനേക്കാൾ വളരെ വലിയൊരു വാല്യൂ ആയിരിക്കണം എന്ത്? അതിന്റെ എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എഫ് എൻഡുറൻസ്. ഓക്കെ, സോ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം എഫ് എൻഡുറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് എൻഡുറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എഫ് ഡൈനാമിക് കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് എൻഡുറൻസും കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് ഡൈനാമിക് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടും കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, എഫ് എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻഡുറൻസ് ലോഡ്. എഫ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയറിൽ ഇപ്പൊ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന
ഡൈനാമിക് ലോഡ്. ഡൈനാമിക് ലോഡ് അറിയാം, എൻഡുറൻസ് ലോഡ് അറിയാം. ഇതിലേതാണ് വലുതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡൈനാമിക് ലോഡ് ഈ എൻഡുറൻസ് ലോഡിനേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡൈനാമിക് ലോഡ് എൻഡുറൻസ് സ്ട്രെങ്തിനേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എന്താണ് അതിന്റെ മീനിങ്? ഡൈനാമിക് സ്ട്രെങ്ത് എൻഡുറൻസ് സ്ട്രെങ്തിനേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ദ ഗിയർ വിൽ ഫെയിൽ ഓൺലി ബൈ ഗിയർ വിൽ ഈസിലി ഫെയിൽ. ഓക്കെ. എന്നാൽ ഡൈനാമിക് ടൂത്ത് ലോഡ് എൻഡുറൻസ് സ്ട്രെങ്തിനേക്കാൾ താഴെയാണ്. ഓക്കെ. സപ്പോസ് എഫ് ഡി നിങ്ങൾക്ക് കിട്ടുന്നത് 2300 ന്യൂട്ടൺ ആണെന്ന് വെച്ചോ. എന്നാൽ ഗിയറിന്റെ എൻഡുറൻസ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നു 3000 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഗിയർ സേഫ് ആണോ അല്ലയോ? ഗിയർ സേഫ് ആണ്. കാരണം എഫ് എൻഡുറൻസ് വാല്യൂവിനേക്കാൾ ഒത്തിരി താഴെയാണ് ഗിയറിൽ ആക്ട് ചെയ്യുന്ന ആക്ച്വൽ ഡൈനാമിക് ലോഡ്. ഓക്കെ, ആക്ച്വൽ ഡൈനാമിക് ലോഡ്. സോ ദ ഗിയർ ഈസ് സേഫ് അഗൈൻസ്റ്റ് ഫെയിലുവർ. ഗിയർ ഈസ് സേഫ് അഗൈൻസ്റ്റ് ഫെയിലുവർ. ഓക്കെ. സോ അത് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഗിയറിന്റെ ടൂത്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ്ലി കോണ്ടാക്ടിങ് മെറ്റീരിയൽ. ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യും തോറും അതിന്റെ ടൂത്ത് അല്ലെ, ഡ്രൈവർ ഗിയറിന്റെയും ഡ്രിവൺ ഗിയറിന്റെയും ടൂത്തുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയാണ് അല്ലെ. ഗിയറിന്റെ ടൂത്തുകൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദെയർ ഒക്കേഴ്സ് വിയർ ഇൻ ദ ഗിയർ ടൂത്ത്. ഗിയർ ടൂത്തില് വിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ദ മാക്സിമം ലോഡ് that a gear can carry without any premature wear is called wear tooth load. Okay. So ഗിയറിൽ തേയ്മാനം ഉണ്ടാകാതെ എത്രമാത്രം മാക്സിമം ലോഡ് അതിന് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വിയർ ടൂത്ത് ലോഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ഡൈനാമിക് ടൂത്ത് ലോഡ് നമുക്കറിയാം, ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഷോക്കും ഇമ്പാക്ട് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദ എന്താണ് ഇറഗുലാരിറ്റീസ് ഇൻ ദ ഗിയർ. ഓക്കെ. അതുകൊണ്ട് ടൂത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എപ്പോഴും ഡൈനാമിക് ആണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. അത് എപ്പോഴും എൻഡുറൻസ് ലോഡിനേക്കാൾ താഴെയാണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് എന്താ ഇപ്പൊ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് യു ഹാവ് ടു കൺസിഡർ ദ വിയർ ടൂത്ത് ലോഡ് അല്ലെ. വിയർ ടൂത്ത് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയർ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട ലോഡിനെയാണ് എന്താ പറയുന്നത്? ഗിയറിൽ തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ലോഡിലാണ് നമ്മൾ വിയർ ടൂത്ത് ലോഡ് എന്ന് പറയുന്നത്. എപ്പോഴും വിയർ ടൂത്ത് ലോഡ് നമ്മൾ ടൂത്തിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് വിയർ ടൂത്ത് ലോഡിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗിയറിൽ കണ്ടിന്യൂസ്ലി വിയർ അല്ലെങ്കിൽ തേയ്മാനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലെ. സോ നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം, ഗിയറിന്റെ ഡൈനാമിക് ടൂത്ത് ലോഡ് എഫ് ഡി വാല്യൂ വിയർ ടൂത്ത് ലോഡിനേക്കാൾ താഴെ ആയിരിക്കണം. ഒരിക്കലും വിയർ ടൂത്ത് ലോഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂയിലേക്ക് ഡൈനാമിക് ടൂത്ത് ലോഡ് എത്തിച്ചേരാൻ പാടില്ല, അല്ലെ ഡൈനാമിക് ലോഡ് എത്തിച്ചേരാൻ പാടില്ല. സോ വിയർ ടൂത്ത് ലോഡ് ഈസ് ദ മാക്സിമം ലോഡ് ദ ഗിയർ ക്യാൻ ക്യാരി വിത്തൗട്ട് എനി പ്രിമച്വർ വിയർ. ഓക്കെ. സോ ഒരു ഗിയറിലെ വിയർ ഒക്കർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത് അതിന്റെ മെറ്റീരിയൽ, 2 അതിന്റെ ടൂത്ത് സർഫസസിന്റെ കർവേച്ചർ, 3 സർഫസ് ഫിനിഷ്, 4 ലൂബ്രിക്കേഷൻ. ഓക്കെ. ഗിയറിന്റെ സർഫസ് ഫിനിഷ് അതിന്റെ തേയ്മാനത്തെ അഫക്ട് ചെയ്യാം. അതിന്റെ കർവേച്ചറിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ തേയ്മാനത്തെ അഫക്ട് ചെയ്യാം. ഗിയറിന്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഒന്ന് സോഫ്റ്റ് മെറ്റീരിയലും ഒന്ന് ഹാർഡ് മെറ്റീരിയലും ആണെങ്കിൽ ഉറപ്പായിട്ടും ഗിയറിൽ തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗിയറിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് കുറവാണെങ്കിൽ തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഫ്രിക്ഷനെ ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് ലൂബ്രിക്കേഷൻ ആണ്. പിന്നീട് എത്രമാത്രം സ്ലൈഡിങ്, ഗിയർ ടൂത്തിൽ എത്രമാത്രം സ്ലൈഡിങ് ഉണ്ടാവുന്നുണ്ട്, അതും തേയ്മാനത്തെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ compared to the gear, the pinion is subject to larger number of load circles. So കോൺസിക്വന്റ്ലി ഏതായിരിക്കും ഏറ്റവും കൂടുതൽ വിയർ ചെയ്ത് പോകാനുള്ള സാധ്യത? പീനിയൻ ആണ്. കാരണം പീനിയൻ ചെറിയ ഡയമീറ്റർ ഉള്ള പാർട്ടാണ്, ഗിയറോ വലിയ ഡയമീറ്റർ ഉള്ള പാർട്ടാണ്. ചെറിയ ഡയമീറ്റർ ഉള്ള പീനിയനും വലിയ ഡയമീറ്റർ ഉള്ള ഗിയറും കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പീനിയന് കൂടുതൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരു കൃത്യമായ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ കറക്കം ഇതിനായിരിക്കും? ചെറിയ ഗിയറിനായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഗിയർ ആണ് പെട്ടെന്ന് തന്നെ ഡാമേജ് ചെയ്ത് പോകാനുള്ള സാധ്യത. ഓക്കെ. സോ വിയർ ടൂത്തിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ പീനിയന്റെ വിയർ ആണ് എടുക്കുന്നത്. ഓക്കെ. സോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പീനിയന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എപ്പോഴും ഹയർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഹയർ വിയർ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വേണം പീനിയൻ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ. ഓക്കെ. സോ നമുക്ക് ഈ വിയർ ടൂത്തിലൂടെ ഒന്ന് നോക്കാം. ദ ലിമിറ്റിംഗ് ലോഡ് ഫോർ വിയർ ഇൻ കേസ് ഓഫ് gears is D1 BQK
എന്നാണ് ആ വാല്യൂ വരുന്നത്. നിങ്ങൾക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആയിട്ടൊരു ഇക്വേഷൻ ആണ് ഈ വിയർ ടൂത്തിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. D1 എന്ന് പറഞ്ഞാൽ പീനിയന്റെ ഡയമീറ്റർ. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ അറിയാം ഗിയറിന്റെ ഫേസിന്റെ വിഡ്ത്ത്. Q എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ഫാക്ടർ ആണ്. അത് നിങ്ങൾ 2 ഡയമീറ്റർ കൺസിഡർ ചെയ്യണം. D1 കാൽക്കുലേറ്റ് ചെയ്യണം, D2 കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് റേഷ്യോ ഫാക്ടർ. പിന്നീട് വരുന്ന എന്താണ്, സർഫസ് എൻഡുറൻസ് ലിമിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യണം, സർഫസ് എൻഡുറൻസ് ലിമിറ്റ്. എന്താണ് എൻഡുറൻസ് ലിമിറ്റിനെ നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്തു എവിടെ? ഫറ്റീഗ് ലോഡിംഗ് ആയിരുന്നു പറയുന്നത്. അതിനെ സിഗ്മ ഇ എൻ എന്ന് നമ്മൾ വിളിച്ചു. എൻഡുറൻസ് സിഗ്മ ഇ എൻ ആണ് എൻഡുറൻസ് സ്ട്രെങ്ത്. തിരിഞ്ഞു പോകരുത്. സിഗ്മ ഇ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഇ എസ് സർഫസ് എൻഡുറൻസ് ലിമിറ്റ്. എന്താണ് സർഫസ് എൻഡുറൻസ്? തേയ്മാനത്തിനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഫാക്ടർ ആണ് എന്ത്? സിഗ്മ ഇ എസ് അല്ലെങ്കിൽ സർഫസ് എൻഡുറൻസ് ലിമിറ്റ്. അതൊരിക്കലും ഗിയറിന്റെ എൻഡുറൻസ് സ്ട്രെങ്തിന് തുല്യമല്ല. എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് റിപ്പീറ്റഡ് ലോഡിങ് വരുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ ആണ്. എന്നാൽ സർഫസിലുള്ള തേയ്മാനം, ഓക്കെ, സർഫസിലുള്ള ഡാമേജ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫാക്ടർ ആണ് സർഫസ് എൻഡുറൻസ് ലിമിറ്റ്. ഓക്കെ, സർഫസ് എൻഡുറൻസ് ലിമിറ്റ്. ഓക്കെ, സോ ഒരു ഗിയറിലെ വിയർ ടൂത്ത് ലോഡ് FW എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? You can calculate by using this equation, അല്ലെ? FW equal to wear tooth load equal to D1 pinion diameter BQ times the K value. Okay, so safety നോക്കണം. ഗിയറിന്റെ സേഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? FD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 2300 ന്യൂട്ടൺ ആണെങ്കിൽ നമ്മളുടെ ഗിയറിന്റെ വിയർ ടൂത്ത് ലോഡും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് നമുക്ക് കിട്ടിയത് 5000 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് വലിയ വാല്യൂ? ഏതാണ് വലിയ വാല്യൂ? 5000 ന്യൂട്ടൺ ആണ് വലിയ വാല്യൂ. ഓക്കെ, അതിനേക്കാൾ ഒത്തിരി ചെറിയ വാല്യൂ ആണ് ഡൈനാമിക് ടൂത്ത് ലോഡ്. സോ ഒരു ഗിയറിന്റെ സേഫ്റ്റി, വിയർ ഫോർ സേഫ്റ്റി ഓഫ് ഗിയർ അഗൈൻസ്റ്റ് വിയർ ഉണ്ടാവാതെ ഗിയർ സേഫ് ആയിരിക്കണമെങ്കിൽ അതിന്റെ വിയർ ടൂത്ത് ലോഡ് അതിന്റെ ഡൈനാമിക് ടൂത്ത് ലോഡ് അല്ലെ ആക്ച്വൽ ടൂത്ത് ലോഡിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം, അല്ലെ? ഇപ്പോഴ് വിയർ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ വിയർ ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ആയിരിക്കണം. എന്നാൽ ഗിയറിൽ ഉണ്ടാകുന്ന ഡൈനാമിക് ടൂത്ത് ലോഡ് ചെറിയ വാല്യൂവും ആയിരിക്കണം. ഓക്കെ, സോ നമുക്കറിയാവുന്ന 1 നമ്മൾ പീനിയന് വേണ്ടി ഉപയോഗിക്കും, 2 നമ്മൾ ഗിയറിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്, അല്ലെ? 1 അല്ലെങ്കിൽ P നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് 1 or P which represents pinion, 2 or G which represents the gear. Okay, ഇനി വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കിയാലും ഗിയർ റേഷ്യോ എന്താണെന്ന് നോക്കിയാലും ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾ അത് എന്ത് റേഷ്യോ എടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കുന്നു. അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു കൃത്യമായ ഒരു റൂൾ ഒന്നുമില്ല. ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, സോ വെലോസിറ്റി റേഷ്യോ ഈസ് റേഷ്യോ ഓഫ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ്, ഇതിനിടെ കൂടുതൽ ആംഗുലാർ വെലോസിറ്റി ഉള്ളത് പീനിയൻ ആണോ ഗിയറിനാണോ? പീനിയന്. സോ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ പീനിയൻ ഡിവൈഡഡ് ബൈ ഒമേഗ ജി ആംഗുലാർ വെലോസിറ്റി ഓഫ് ഗിയർ. അല്ലെങ്കിൽ RPM ടേംസിൽ പറയുവാണെങ്കിൽ NP/NG. ഓക്കെ, ഡയമീറ്ററിന്റെ ടേംസിൽ പറയുവാണെങ്കിൽ എന്താണ്? പിച്ച് ഡയമീറ്റർ ഓഫ് ദ ഗിയർ ഡിവൈഡഡ് ബൈ പിച്ച് ഡയമീറ്റർ ഓഫ് ദ പീനിയൻ. ഓക്കെ, നമ്പർ ഓഫ് ടൂത്തിന്റെ ടേംസിൽ പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂത്ത് ഏതിനാ? ഗിയറിന്. അതുകൊണ്ട് ZG/ZP. ഇത് സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ ഗിയർ റേഷ്യോ എന്ന് പറയുന്ന വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഈ സെയിം വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ ഒരു ഗിയറിന്റെ ഫേസ് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു റേഞ്ചിനകത്തുള്ള ഫേസ് വിഡ്ത്ത് ആയിരിക്കണം എടുക്കേണ്ടത്. M എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മോഡ്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 9.5 ടൈംസ് മോഡ്യൂളിനും 12.5 ടൈംസ് നോഡ്യൂളിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് നമ്മളെപ്പോഴും ഗിയറിന്റെ ഫേസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഗിയറിന്റെ വീതി അല്ലെങ്കിൽ ഫേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് മോഡ്യൂളിന്റെ 9 to 12.5 ടൈംസ് ആയിരിക്കും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോടെ? പ്രണവ് ഉണ്ടോ? പ്രണവ്. സാർ, ഹലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? സാർ മനസ്സിലായി. മാനസ ക്ലാസ്സിലുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഉണ്ട് സർ, മനസ്സിലായി. അനന്യ വിനു ഉണ്ടോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിലായി? എന്താ നമ്മൾ ഇന്ന് പഠിച്ചത്? എന്താ പഠിച്ചേ? പറഞ്ഞോളൂ.
ഗിയറിന്റെ പ്രോപ്പർട്ടീസ് ആണോ പഠിച്ചേ? ഗിയറിൽ ആക്ട് ചെയ്യുന്ന ടൂത്ത് ലോഡ് എന്താണെന്നല്ലേ പഠിച്ചേ? ഡൈനാമിക് ടൂത്ത് ലോഡിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തേ? അതുപോലെ തന്നെ വിയർ ടൂത്ത് ലോഡ് എന്താണെന്ന് പറഞ്ഞു, എൻഡുറൻസ് ലോഡ് എന്താണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഒരു ഗിയറിന്റെ ഡിസൈൻ പ്രൊസീജിയർ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഗിയറിന്റെ ഡിസൈൻ പ്രൊസീജിയർ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സീരീസിന് മുമ്പ് ഇനി എത്ര ക്ലാസ് കിട്ടും? സാറ്റർഡേ, ഈ വരുന്ന സാറ്റർഡേ ക്ലാസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഏത് ദിവസത്തെ ടൈം ടേബിളാ സാറ്റർഡേ? ട്യൂസ്ഡേ. ട്യൂസ്ഡേ. ട്യൂസ്ഡേ MESD ഉണ്ടോ? ട്യൂസ്ഡേ MESD ഉണ്ടോ അവിടെ? വെനസ്ഡേ ആയിരുന്നല്ലേ. പിന്നെ ഫ്രൈഡേയിലും നമുക്ക് ക്ലാസ് ഇല്ലല്ലേ. സീരീസിന് മുമ്പ് നമുക്ക് ക്ലാസ് കിട്ടാൻ, നിങ്ങൾക്ക് സീരീസ് എന്നാ October 8 ആണോ? October 9 ആണ് സീരീസ്. അപ്പൊ പിന്നെ 8-നപ്പൊ ക്ലാസ് കാണത്തില്ല. എന്തായാലും ഒരു എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ 4th അവർ എടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം ഗിയറിന്റെ. സോ ഇന്നത്തെ 4th അവർ ക്ലാസ് ഉണ്ടായിരിക്കും. ഞാനത് നിങ്ങളുടെ അഡ്വൈസറോട് സംസാരിക്കാം, എന്നിട്ട് MESD ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം. ഓക്കെ, സോ ഇന്നത്തെ 4th അവർ, അതായത് ഫുഡ് കഴിഞ്ഞിട്ട്. ഓക്കെ, എത്ര മണിക്ക്? 1 o'clock സ്റ്റാർട്ട് ചെയ്യും. ഞാനത് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ക്ലാസ് അവർ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ കയറണം. ഈ മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസുകളിൽ ഒന്നാണിത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ക്ലാസ് ആണ്. ഇന്ന് 4th അവർ നമുക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ അതിന്റെ കൺഫർമേഷൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, സോ മറ്റെന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? നമുക്ക് ഇന്ന് അങ്ങനെയാണെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ PPT ഞാൻ ഷെയർ ചെയ്യാം. ഈ ഡിസൈൻ പെർ ഗിയർ വരെയുള്ള പോർഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഒരു അരമണിക്കൂർ മതി. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ PPT ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്തു.